ആശാവർക്കർമാരുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യത്തിന് അംഗീകാരം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. നേരത്തെ ആരോഗ്യവകുപ്പ് സമരക്കാർക്ക് വാക്കാൽ ഇതിൽ ഉറപ്പ് നൽകിയിരുന്നു. സുനിഷ അയിലൂർ വിവരങ്ങൾ നൽകും. സുനിഷ, 10 മാനദണ്ഡങ്ങൾ, ആ 10 മാനദണ്ഡങ്ങളും മാറ്റണം എന്നതായിരുന്നു ആശാ വർക്കർമാരുടെ ആവശ്യം. അതിൽ എത്ര മാനദണ്ഡങ്ങൾ മാറ്റിയിരിക്കുന്നു? ഇത് സമരത്തിന്റെ ഒരു ഭാഗിക വിജയമായി തന്നെ വിലയിരുത്താനാകുമോ? ഉറപ്പായിട്ടും സ്മൃതി, ഈ വിഷയം വന്നതിന് ശേഷം, അതായത് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ സമരം ആരംഭിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ ഓണറേറിയത്തിന് ഉള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ അതിന് ആരോഗ്യവകുപ്പ് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇവർക്ക് വാക്കാൽ ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പിൻവലിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ഈ സമരം തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടും 1 മാസം കഴിയുമ്പോൾ പോലും ഇതൊരു ഉത്തരവായി ഇറക്കാത്തതിൽ വലിയൊരു പ്രതിഷേധം തന്നെ, ഇതിൽ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്, ഇത് വിശ്വാസത്തിൽ എടുക്കാമോ എന്ന സംശയമടക്കം ആശാവർക്കർമാർക്ക് വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു ഉപരോധ സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുന്നത് എന്നതാണ്. അതായത് നേരത്തെ വാക്കാൽ നൽകിയ കാര്യത്തിന് ഇപ്പോൾ ഉത്തരവായി തന്നെ ഇറക്കിയിരിക്കുന്നു. നമുക്ക് കിട്ടുന്നുണ്ടോ സുനിഷ? ഈ 10 മാനദണ്ഡങ്ങളും പിൻവലിച്ചോ? സ്മൃതി, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 10 മാനദണ്ഡങ്ങളും പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഉത്തരവ് നിലവിൽ ഇപ്പോഴാണ് ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇവർ പറഞ്ഞത് ഇതിലെ 10 മാനദണ്ഡങ്ങളും പിൻവലിക്കുന്നതുവരെ സമരം എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് മാനദണ്ഡങ്ങൾ പിൻവലിക്കുന്നതിൽ ഈ 10ഉം പിൻവലിക്കണമെന്ന ആവശ്യം തന്നെയായിരുന്നു സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ചത്. അന്നും ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്, ഒപ്പം തന്നെ ഈ കുടിശ്ശിക തീർക്കാൻ തയ്യാറാണ് എന്നതായിരുന്നു ആരോഗ്യവകുപ്പ് അനുകൂലമായ രീതിയിൽ പറഞ്ഞ മറുപടി. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കാൻ തയ്യാറായിരിക്കും എന്നതാണ്. നിലവിൽ നമുക്ക് കാണാം, നിരവധി ചേച്ചിമാർ ഇവിടെ കിടന്നൊക്കെയാണ് പ്രതിഷേധിക്കുന്നത്. സുനിഷ, വളരെ പെട്ടെന്ന് തന്നെ ആശമാരുടെ ഒരു പ്രതികരണം തേടുക. ആ മാനദണ്ഡം പിൻവലിക്കുന്നതിൽ ഏതായാലും ഒരു തീരുമാനമായിരിക്കുന്നു ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അതെ അതെ, അത് നിങ്ങളുടെ വിജയമായി കാണുന്നുണ്ട്. ഞങ്ങളുടെ പൂർണ്ണ വിജയമാണത്. സമരം പകുതി മുക്കാൽ വിജയിച്ചു എന്നല്ല പറയാം. ഇനി ആവശ്യം ഓണറേറിയം കൂട്ടുക, പിന്നെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ തരിക. ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്നിന് അംഗീകാരമായിരിക്കുന്നു. ആശാവർക്കർമാർക്ക് തൊഴിലുള്ള ഓണറേറിയത്തിലുള്ള മാനദണ്ഡങ്ങൾ 10 മാനദണ്ഡങ്ങളായിരുന്നു. 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. സമരത്തിന്റെ ഭാഗ്യ വിജയമായിട്ട് തന്നെയാണ് ആശാവർക്കർമാർ ഈ തീരുമാനത്തെ കാണുന്നത്. സുനിഷ അയിലൂരാണ് വിവരങ്ങൾ നൽകിയത്.